ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാൻ ഇസ്രായേൽ ഇപ്പോൾ പുതിയൊരു വഴി നേടുകയാണ്. യുദ്ധം പടർന്നാൽ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്നും വൻ നഷ്ടം സംഭവിച്ചാൽ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുമെന്നുമുള്ള ഭയത്തിലാണ് ഈ തീരുമാനം. സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രായേൽ സ്വീകരിക്കുന്ന ഈ നടപടി മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണിപ്പോൾ. ഇറാന്റെ ആക്രമണം കനത്തതോടെ തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനായി ഗ്രീസിലെ ജനവാസമില്ലാത്ത ചില ദ്വീപുകൾ വാങ്ങി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സ്വന്തമായ ഒരു രാഷ്ട്രം പോലെ സ്ഥാപിക്കാനാണ് പദ്ധതി. യുദ്ധം വന്നാൽ അവിടേക്ക് മാറി താമസിക്കാനുള്ള ഒരുക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഏകദേശം 40 ഒഴിഞ്ഞ ദ്വീപുകളാണ് ഇതിനായി ഇസ്രായേൽ പരിഗണിക്കുന്നതെന്നാണ് വിവരം. ഇസ്രായേലിന് പുറത്തുള്ള സുരക്ഷിത മേഖല എന്ന ആശയത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജൂത നാഷണൽ ഫണ്ടിന്റെ അനുബന്ധ സ്ഥാപനമായ ഹ്യുമനിതയുടെ ബോർഡ് അംഗം അഫ്രി സ്റ്റൈനറാണ് ഇക്കാര്യം ഔദ്യോഗികമായി അവതരിപ്പിച്ചത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണെന്നും അതിനാൽ ഇത്തരമൊരു ഒരുക്കം അത്യാവശ്യമാണെന്നുമാണ് ഇതിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇസ്രായേലിനുള്ളിൽ തന്നെ ഈ നീക്കത്തിന് ശക്തമായ എതിർപ്പുണ്ട്. ജൂത നാഷണൽ ഫണ്ടിന്റെ ഭരണസമിതിയിലെ ഭൂരിപക്ഷ അംഗങ്ങളും വിദേശത്ത് ഭൂമി വാങ്ങുന്നത് തങ്ങളുടെ സംഘടനയുടെ പ്രധാന ലക്ഷ്യമല്ലെന്നും ഇസ്രായേലിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കി രാജ്യം വലുതാക്കുന്നതാണ് തങ്ങളുടെ മുൻഗണനയെന്നും വാദിക്കുന്നു. ഇസ്രായേൽ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്. 2012 സമാനമായ രീതിയിൽ നാവിക ആവശ്യങ്ങൾക്കായി ഗ്രീക്ക് ദ്വീപുകൾ പാട്ടത്തിനെടുക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. ഗ്രീസും ഇസ്രായേലും തമ്മിൽ നിലവിൽ മികച്ച പ്രതിരോധ ബന്ധമാണുള്ളത്. എങ്കിലും ഗ്രീസിനുള്ളിൽ ഈ വാർത്ത പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ് ഗ്രീസ്. അതുകൊണ്ട് തന്നെ ചില ചെറുദ്വീപുകൾ ദീർഘകാല പാട്ടത്തിന് നൽകുന്ന കാര്യം മുൻപ് അവർ പരിഗണിച്ചിരുന്നു. സ്വന്തം പ്രദേശം മറ്റൊരു രാജ്യത്തിന് കൈമാറുന്നതിൽ ഗ്രീക്കുകാർക്ക് വലിയ മടിയാണ്. അതാണ് അവരെ ഇതുവരെ ഈ കാര്യത്തിൽ പിന്നോട്ടടിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് തുർക്കി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ നീക്കം കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ സ്വാധീനത്തിനും സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയായാണ് തുർക്കി കാണുന്നത്. തുർക്കിയുടെ സൈനിക ശേഷി വിലയിരുത്തുമ്പോൾ ഇസ്രായേലിനും ഇത് വലിയ ആശങ്കയാണ് നൽകുന്നത്. നാവികസേനാ വികസനം, ഡ്രോൺ ശേഷി, ദീർഘദൂര മിസൈൽ ശേഷി എന്നിവയിൽ തുർക്കി നടത്തുന്ന മുന്നേറ്റം ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. തുർക്കിയും ഗ്രീസും നാറ്റോ അംഗങ്ങളാണ് എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ സങ്കീർണത. ഇസ്രായേൽ ഗ്രീസ് സഖ്യം ശക്തമാകുന്നത് നാറ്റോയുടെ ഐക്യത്തെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഔദ്യോഗികമായി തുർക്കിയുടെ സമുദ്ര അവകാശങ്ങളെ അംഗീകരിക്കുന്നില്ല. അതുപോലെ ഗ്രീസ് തുർക്കി തർക്കത്തിൽ നിർണായകമായ ഇടപെടൽ നടത്താനും യൂറോപ്യൻ യൂണിയൻ തയ്യാറല്ല. ഇറാനെ ഭയന്ന് ഇസ്രായേൽ നടത്തുന്ന ഈ അസാധാരണ നീക്കം കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ വലിയ രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ നീക്കം യാഥാർത്ഥ്യമാകുമോ അതോ 2012 പോലെ ഉപേക്ഷിക്കപ്പെടുമോ എന്നതിനൊപ്പം തുർക്കി ഇതിനെതിരെ എത്രത്തോളം കടുത്ത നടപടിയിലേക്ക് പോകുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലിന്റെ ഈ നീക്കം ഈജിയൻ കടലിനെയും കിഴക്കൻ മെഡിറ്ററേനിയനെയും പുതിയ പിരിമുറുക്ക് കാലത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്.